everyone, welcome to today's video and welcome to my channel Me and My Life. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ മൈ നെയിം ഈസ് ലക്ഷ്മി സന്തോഷ് ആൻഡ് എന്റെ ചാനലിൽ ഞാൻ ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് വീഡിയോസ്, കുക്കിംഗ് വീഡിയോസ്, അതുപോലെ തന്നെ ഷോപ്പിംഗ് ഹോൾ വീഡിയോസ് ഒക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വന്നിട്ടൊരു ഷോപ്പിംഗ് ഹോൾ വീഡിയോ ആണ്. ആൻഡ് ഞാൻ ഇതിൽ എടുത്തിരിക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ട് നിൽക്കുന്ന ഒരു ആപ്പ് തന്നെയാണ് മീഷോ. നമുക്കറിയാം, ഏതിപ്പോൾ നമ്മൾ ഗൂഗിൾ എടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ എന്ത് യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും കാണുന്ന ഒരു ആഡാണ് മീഷോ ആപ്പിന്റെ ആഡ് എന്ന് പറയുന്നത്. എന്താണ് ഈ മീഷോ ആപ്പ് എന്നുള്ളതും കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. മീഷോ എന്ന് പറയുന്നത് ഇന്ത്യസ് നമ്പർ 1 റീസെല്ലിംഗ് ആപ്പ് ആണ്. ആൻഡ് ഇതില് നമുക്ക് അപ് ടു 25,000 റുപ്പീസ് വരെ ഏൺ ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഈ ആപ്പ് പറയുന്നത് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് റെഫർ ചെയ്തിട്ടുള്ള ഒരു ആപ്പ് കൂടിയാണ് മീഷോ എന്ന് പറയുന്നത്. ആൻഡ് ഇതിലെന്ന് പറയുന്നത് ഇതൊരു ചെറിയ ബിസിനസ് യൂസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ആപ്പ് കൂടിയാണ് മീഷോ. ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത്, ഇതിൽ ഈ മീഷോ ആപ്പിൽ നമുക്ക് thousands above പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ആൻഡ് ഈ പ്രോഡക്ട്സ് ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് ഷെയർ ചെയ്യാവുന്നതാണ്. അതിന്റെ ഇമേജസ് ആൻഡ് അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഏത് ആപ്പ് യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന പ്രോഡക്ട്സ് അവർക്ക് ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ ബുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആൻഡ് ഇതിന്റെ എൻറ്റയർ ഡെലിവറി പ്രോസസ് ഹാൻഡിൽ ചെയ്യുന്നത് മീഷോ ആപ്പ് തന്നെയാണ്. ആൻഡ് നമ്മുടെ കസ്റ്റമേഴ്സിനോട് ഈ മീഷോ ആപ്പിന്റെ ഒരു അതർ ഡീറ്റെയിൽസും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്കൊരു പ്രോഫിറ്റ് ഇതിൽ നിന്നും ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനുള്ളിൽ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് ബുക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്കതിലൊരു മാർജിൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 590 റുപ്പീസിന്റെ കുർത്തി നമ്മൾ നമ്മുടെ ഒരു കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന്റെ മാർജിൻ ഒരു 10 റുപ്പീസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കസ്റ്റമറിന്റെ കയ്യിൽ നിന്നും ഇവര് വാങ്ങിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 600 റുപ്പീസ് ആയിരിക്കും. അതിൽ 10 റുപ്പീസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആണ്. അത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഈ ആപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലായിട്ട് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നതുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് മീഷോ ആപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലാണെങ്കിൽ നോ ഷിപ്പിംഗ് ചാർജസ് ആൻഡ് നോ ഡെലിവറി ചാർജസ്. നമ്മൾ അതിൽ എത്രയാണോ റേറ്റ് കാണുന്നത് അത് തന്നെയായിരിക്കും ആ പ്രൊഡക്റ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന മാർജിനും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സിന് ഈ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത്. ഇതിപ്പോ ഇന്ത്യയിൽ തന്നെ ലാക്സ് ഓഫ് പീപ്പിൾസ് ഈ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും പർച്ചേസ്, നമ്മുടെ ഓൺ പർച്ചേസിനാണെങ്കിലും അതർവൈസ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ആപ്പാണ് മീഷോ എന്ന് പറയുന്നത്. ഇപ്പോൾ മറ്റ് ആപ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ മീഷോയിലെ എല്ലാ പ്രൊഡക്ട്സിനും റേറ്റും വളരെ കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് മറ്റൊരു സൈറ്റിൽ നമ്മൾ കണ്ട ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടു, അത് നമുക്ക് മീഷോയിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമേജ് ഓപ്ഷൻ, നമ്മൾ ജസ്റ്റ് ആ ഒരു പ്രോഡക്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം ഈ മീഷോയിൽ അപ്ലോഡ് ഇമേജ് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സിമിലർ പ്രൊഡക്റ്റ് മീഷോയിൽ അവൈലബിൾ ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ജ്വല്ലറി ആയിക്കോട്ടെ, ക്ലോത്ത്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നമുക്ക് നല്ല വില കുറവിലും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലും ഈ മീഷോ ആപ്പിൽ നിന്നും കിട്ടുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇന്ന് വാങ്ങിയിട്ടുള്ളത് കുറച്ച് ഇയറിംഗ്സ് ആണ് ആൻഡ് ഒരു ജ്വല്ലറി സെറ്റുമാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇയറിംഗ്സിന്റെ ഒരു സെറ്റും അതുപോലെ തന്നെ ഒരു ജ്വല്ലറി സെറ്റും പിന്നെ ഒരു സിംഗിൾ പീസ് ഓഫ് ഇയറിംഗുമാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്ട്സിന്റെ എങ്ങനെയുണ്ട്, അതിന്റെ റേറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. നമ്മൾ മീഷോ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെയായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് കാറ്റലോഗ് എന്ന് പറയുന്നത്. അതായത് സിമിലർ പ്രോഡക്റ്റ്സ് നമുക്ക് ഒരു സെറ്റിൽ തന്നെ കാണാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത്? നമ്മൾ ഓരോ പ്രോഡക്റ്റും എടുക്കുമ്പോഴത്തേക്കും അതിൽ ഷെയർ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഷെയർ നൗ ഓപ്ഷൻ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും അതിൽ ഇമേജസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ആർക്കാണോ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ആ ഹോൾ ഇമേജസ്, അതായത് ഏതൊക്കെ കളേഴ്സിലുണ്ടോ അതെല്ലാം ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലാണെങ്കിൽ അതിൻ്റെ കളർ, അവൈലബിൾ സൈസസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും. പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും കസ്റ്റമേഴ്സിന് കിട്ടുന്നത്. ഇനി എങ്ങനെയാണ് ഇതിൽ നമ്മൾ ഏൺ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു മാർജിൻ സെറ്റ് ചെയ്യാനുള്ള ഓർഡർ ടോട്ടൽ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് 640 റുപ്പീസാണ്. ഇതിൽ നമുക്ക് എത്രയാണോ ഏൺ ചെയ്യേണ്ടത് എന്നുള്ളത്, അതായത് നമുക്ക് എത്ര എമൗണ്ട് വേണം എന്നുള്ളത് അത് ആഡ് ചെയ്തിട്ട് നമ്മൾ ക്യാഷ് ടു കളക്ട് ഫ്രം കസ്റ്റമർ എന്നുള്ള ഓപ്ഷനിൽ എമൗണ്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ 640 റുപ്പീസിൻ്റെ ഒരു ഐറ്റത്തിന് 50 റുപ്പീസ് നമ്മുടെ പ്രോഫിറ്റും ചേർത്ത് 690 റുപ്പീസാണ് കസ്റ്റമറിൽ നിന്നും കളക്ട് ചെയ്യാനായിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്, ഓൺലൈൻ പേയ്മെൻറ്റ്സും ഓപ്ഷൻസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് കസ്റ്റമറിൻ്റെ ഷിപ്പിംഗ് അഡ്രസ്സ് ഏതാണോ ആ ഷിപ്പിംഗ് അഡ്രസ്സിലോട്ട് നമുക്ക് ബുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ന്യൂ കസ്റ്റമർ ആണെങ്കിൽ അതിൽ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയും നമുക്ക് പ്രോഡക്റ്റ്സ് സെയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഓർഡർ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഓരോ ലിസ്റ്റിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണുന്നതായിരിക്കും. എന്നാൽ കസ്റ്റമറിന് എത്രയാണോ നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് എന്നുള്ളതോ അല്ലെങ്കിൽ എത്രയാണ് ആ ഒരു ഐറ്റത്തിൻ്റെ കറക്റ്റ് പ്രൈസ് എന്നുള്ളതോ അറിയാൻ സാധിക്കുന്നതല്ല. നമ്മൾ എത്രയാണോ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രൈസ് അതായിരിക്കും കസ്റ്റമറിന് കിട്ടുന്ന ഇൻഫർമേഷൻസിൽ ഉണ്ടാവുക. ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റിൽ നിന്നും ഏൺ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയറിംഗ് എന്ന് പറയുന്നത് ഞാൻ ദാ ഇട്ടിരിക്കുന്ന ഇയറിംഗ് ആണ്. ഇതെന്ന് പറയുന്നത് 4 ഇയറിംഗ്സിന്റെ ഒരു സെറ്റ് ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കൂടെ വേറെ 3 ഇയറിംഗ്സ് കൂടി കിട്ടുന്നുണ്ട്. ഇതിന്റെ റേറ്റ് വന്നിട്ട്, അതായത് ഈ 4 ഇയറിംഗ്സിന്റെ സെറ്റിന്റെ റേറ്റ് വന്നിട്ടാവുന്നത് ജസ്റ്റ് 227 റുപ്പീസാണ് ഈ 4 ഇയറിംഗ്സിന്റെ സെറ്റിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇതാണെങ്കിൽ നമുക്കറിയാം താഴെ മൾട്ടി കളർ ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏത് ഡ്രസ്സിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇയറിംഗ്സ് ആണ് ഇതെന്ന് പറയുന്നത്. ഇതാണ് അപ്പോൾ ആ സെറ്റിലെ ഫസ്റ്റ് ഇയറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് നല്ലൊരു ബോക്സിങ്ങിലാണ് കിട്ടുന്നത്. ഇതുപോലൊരു ബോക്സിൽ നന്നായി ബബിൾ റാപ്പ് ചെയ്തിട്ടാണ് ഓരോ ഇയറിംഗ്സും കിട്ടുന്നത്. സോ നോ ഡാമേജസ്. അപ്പോൾ അതിന്റെ പാക്കേജിംഗ് ഒക്കെ അടിപൊളിയാണ്. നെക്സ്റ്റ് ഇയറിംഗ് വന്നിട്ട് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇയറിംഗ് എന്ന് പറയുന്നത്. പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതൊരു ടാസൽ ഇയറിംഗ് ആണ്. ഇതും മൾട്ടി കളർ തന്നെയാണ്, കണ്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇയറിംഗ് വന്നിട്ട്. ഇത് ഞാനപ്പോൾ ഇട്ട് കാണിച്ചത്. ഇതും മൾട്ടി കളർ ടാസൽ ഇയറിംഗ് ആയതുകൊണ്ട് നമുക്ക് കുർത്തീസിന്റെ കൂടെ ആണെങ്കിലും ഒക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഇയറിംഗ് ആണ് ഇത്. ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ തന്നെയാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇയറിംഗ് വന്നിട്ട്. കുറച്ച് ലോങ് ആണ്, പക്ഷെ ലൈറ്റ് വെയിറ്റ് ആണ്. ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല, നമുക്കൊരു ഇതുമില്ല. അതുപോലെ തന്നെ ഈ ടാസലൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ഇതാണ്, കണ്ടോ. മൾട്ടി കളറാണ്. സോ നമുക്ക് ഏത് ഡ്രസ്സിന്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് ഇത്. അപ്പൊ ഈ സെറ്റിലെ രണ്ടാമത്തെ ഇയറിംഗ് ആണ് ഇത് വന്നിട്ട്. ഇതും ഓക്സിഡൈസ്ഡ് സിൽവർ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇയറിംഗ് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് ഇയറിംഗ് വന്നിട്ടൊരു ഓക്സിഡൈസ്ഡ് ഗോൾഡ് മെറ്റീരിയലിൻ്റെ ആണ്. ഇതാണത്. ഞാൻ ഓൾറെഡി പാക്കേജിങ് പൊട്ടിച്ച് കഴിഞ്ഞായിരുന്നു. ഇത് കുറച്ച് വലുതാണ്, ബട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് സെറ്റാണിത്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇയറിംഗ്. എന്തിട്ട് കാണിക്കാം. ഇത് നമുക്ക് സാരിയുടെ കൂടെയൊക്കെ ആണെങ്കിലും ഒക്കെ പെയർ ചെയ്യാൻ പറ്റും. അതുപോലെ കുർത്തീസിന്റെ കൂടെയൊക്കെ ആണെങ്കിലും
ഒരു സ്റ്റേറ്റ്മെന്റ് ഇയറിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. കണ്ടോ, ഇത് ഗോൾഡ് കളറാണ്. അപ്പൊ ഇതാണ് ഈ സെറ്റിലെ മൂന്നാമത്തെ ഇയറിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ സെറ്റിലെ നാലാമത്തെ ഇയറിംഗ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഇയറിംഗ് ആണ്, ഒരു കുട്ടി ഇയറിംഗ് ആണ്. ഇത് വന്നിട്ട് ഇതാ ഇതുപോലത്തെ, ഇതാണ് നമ്മുടെ അടുത്ത ഇയറിംഗ് എന്ന് പറയുന്നത്, ഈ സെറ്റിലെ നാലാമത്തെ ഇയറിംഗ്. ഇതിൽ കണ്ടോ, ഇതിൽ ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോൺ വർക്കിന്റെ ഒരു റിങ്ങും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് 4 എണ്ണം 4 ഇതാണ്. അതുപോലെ തന്നെ അതിന്റെ രണ്ടറ്റത്തായിട്ട് നമുക്കൊരു കുഞ്ഞ് ബീഡ്സും കൊടുത്തിട്ടുണ്ട്. ഫോക്കസ് ആവുന്നില്ല. അപ്പൊ ഇതൊരു കുഞ്ഞ് ഇയറിംഗ് ആണ്. ഇതിൽ ഗോൾഡ് കളർ ഹുക്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. കണ്ടോ, ഇപ്പൊ ഇതിന് ഇട്ട് നോക്കാം. ഇതാണ് ഈ സെറ്റിലെ ലാസ്റ്റ് ഇയറിംഗ് എന്ന് പറയുന്നത്. ഇത് 4 എണ്ണം ഒരു സെറ്റ് 227 റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത്. ഇതിപ്പോ നമുക്ക് എന്താ പറയാ, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് എന്നുള്ള രീതിക്ക് ഭയങ്കര ക്യൂട്ട് ആണ്. ഓക്കെ, ക്യൂട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതുപോലെ തന്നെ ഗോൾഡൻ കളർ ഹുക്കും ഗോൾഡൻ കുറച്ച് സ്റ്റോൺ വർക്കും വന്നിട്ടുള്ള ഒരു ഇയറിംഗ് ആണിത്. ഭയങ്കര ക്യൂട്ടാണ്. അപ്പൊ ഈ 4 ഇയറിംഗിന്റെ ഒറ്റ സെറ്റിനാണ് 227 റുപ്പീസ് ആയിട്ടുള്ളത്. അത് 4 ഒരു സെറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു അലോയ് മെറ്റീരിയലിന്റെ ഇയറിംഗ് ആൻഡ് ഒരു നെക്ലെസ് സെറ്റ് ആണ്. അത് ഞാൻ ഇമേജ് കണ്ടപ്പോഴത്തേക്കും വിചാരിച്ചത് കുറച്ച് വലുതായിരിക്കും എന്നാണ്. പക്ഷെ അത് ചെറിയൊരു മെറ്റീരിയൽ. അതിനായിരിക്കുന്നത് 169 റുപ്പീസ് ആണ് അതിന്റെ റേറ്റ് വന്നിട്ടുള്ളത്. അതെനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ഒരു കുഞ്ഞു ബോക്സിലാണ്. ക്യൂട്ട് കുഞ്ഞു ബോക്സ് കണ്ടോ. ഇതാണ് ഞാൻ അടുത്തത് വാങ്ങിച്ചിട്ടുള്ള ഒരു ജ്വല്ലറി സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പക്ഷെ ഇത് ചെറുതാണെങ്കിലും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സെറ്റാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ് ഇത്. ഇതാണ് അതിന്റെ മാല. ഇപ്പൊ അലോയ് മെറ്റീരിയൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പിക്ചേഴ്സ് ഞാൻ കൊടുക്കാം ഇവിടെ. കണ്ടോ, ഇതാണ് അതിന്റെ പെൻഡന്റ് വന്നിട്ട്. ആൻഡ് ഇതുപോലൊരു ചെയിൻ. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ സെയിം പെൻഡന്റിന്റെ ലുക്കിൽ തന്നെ ഉള്ള 2 ഇയറിംഗ്സ് കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ആ ഇയറിംഗ്സ് എന്ന് പറയുന്നത്. ഞാൻ ഇട്ട് കാണിച്ചു തരാം ഇങ്ങനെയുണ്ട് എന്നുള്ളത്. ഭയങ്കര ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇത് സിമ്പിൾ ആയിട്ടുള്ള എന്താ പറയുക ഓർണമെന്റ്സ് യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ജസ്റ്റ് 169 റുപ്പീസേ ആവുന്നുള്ളൂ. ഓക്കെ, 169 റുപ്പീസ് ആണ് ഇതിൻ്റെ വന്നിട്ടുള്ളത്. ഇത് ഗോൾഡ് കളറും അതിൻ്റെ കൂടെ ഒരു സിൽവർ കളറും കൂടി വന്നിട്ടുള്ള ടൈപ്പാണ്. നെറ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ എന്ത് ക്യൂട്ടാന്ന് നോക്കി. ഭയങ്കര സിമ്പിളാണ് ആൻഡ് ക്യൂട്ടാണ്. ഇനിയിപ്പോൾ ഈ ഇയറിങ്സ് കൂടി വരുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും. ഇപ്പൊ സാരി കൊടുക്കുമ്പോഴാണെങ്കിലും അതർവൈസ് എന്ത് ഡ്രസ്സിന്റെ കൂടെ ആണെങ്കിലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ജ്വല്ലറി സെറ്റാണിത്. ഇപ്പൊ ഹെവി ജ്വല്ലറി ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ളൊരു, പക്ഷെ ഞാനത് കുറച്ച് പിക്ചർ കണ്ടപ്പോഴത്തേക്കും ഞാൻ കുറച്ച് വലുതായിരിക്കും എന്ന് ഓർത്തിട്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷെ ചെറുതാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. കണ്ടോ, ഇയറിങ്സ് ആണെങ്കിലും ഒക്കെ നല്ല ക്യൂട്ടാണ്. ഈ മാലയായിട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ജ്വല്ലറി സെറ്റാണ്. 169 റുപ്പീസ് ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മെറ്റീരിയൽ ആണെങ്കിലും ഒക്കെ നല്ലതാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ജ്വല്ലറി സെറ്റാണിത്. ഇതിന്റെ റേറ്റ് വന്നത് 169 റുപ്പീസ് ആണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി അടുത്തതെന്ന് പറയുന്നത് അടുത്തതും ഒരു കമ്മലിന്റെ ഒരു സെറ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതാണ് ആ ഇയറിംഗ് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ ബുക്ക് ചെയ്തൊരു സെറ്റാണ്. ഇതിന്റെ റേറ്റ് വരുന്നത്
159 റുപ്പീസാണ് ഈ ഒരൊറ്റ പീസിന് വന്നത്. അതുപോലെ തന്നെ ഇത് ഗോൾഡ് ആണ്, ഓക്സിഡൈസ്ഡ് ഗോൾഡ് ജ്വല്ലറിയാണ്. ഇത് കണ്ടോ, ഇതിൽ മുകളിൽ മയിൽ വന്നിട്ട് ഇതിന്റെ മയിലിന്റെ ഫെതേഴ്സ് പോലെ ഇതിങ്ങനെ താഴോട്ട് കിടക്കുന്ന ടൈപ്പ് ഒരു ഇയറിംഗ് ആണ്. ഇപ്പം ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇത് സാരിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ അടിപൊളി, അതുപോലെ ലെഹങ്ക അങ്ങനത്തെ ഒക്കെ ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിൽ സൂപ്പർ ഒരു ഇയറിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. ഇത് ആക്ച്വലി 159 റുപ്പീസിന് വേർത്ത് മണിയാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, കണ്ടോ, അടിപൊളി ഒരു ഇയറിംഗ് ആണ്. കുറച്ച് വലുതാണ്, പക്ഷെ ഇത്രയും വലിപ്പം ഇനി വേണം, നല്ലൊരു വേണം. ഇതിന്റെ തന്നെ സെയിം സിൽവർ ആണ് ഞാൻ ഓർഡർ ചെയ്തത്, പക്ഷെ അതെനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയും കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു ഇത് വെച്ചിട്ട് ഒരു ജ്വല്ലറി ഹോൾ ചെയ്യാമെന്നുള്ളത്. അപ്പൊ ഇതിന്റെ സെയിം സിൽവർ ആണ് ഞാൻ ഇനി വേറെ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുള്ളത്. അതും മയിൽ പോലെ തന്നെയാണ്. അത് പിക്ചർ വേണമെങ്കിൽ ഞാനിവിടെ കാണിക്കാം. ഇത് കണ്ടോ, ഇതിങ്ങനെ ഫെതേഴ്സ് പോലെ വന്നിട്ടുള്ളതാണ്. കണ്ടോ, സാരിയുടെ ഒക്കെ കൂടെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. സ്റ്റേറ്റ്മെന്റ് ഇയറിംഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിനിപ്പം എന്താ പറയുക, നെക്ക് പീസിന്റെ ആവശ്യമേ വരുന്നില്ല. അത്രയ്ക്ക് ഒരു ക്യൂട്ട് ആൻഡ് നല്ല ഭംഗിയുള്ളൊരു ഇയറിംഗ് ആണ് ഇത് വന്നിട്ട്. അപ്പൊ ഇതിന്റെ റുപ്പീസ് വന്നിട്ട് 159 റുപ്പീസാണ് ഈ ഒരൊറ്റ പീസിന് ആവുന്നത്. ഇതും ഓക്സിഡൈസ്ഡ് ഗോൾഡ് ജ്വല്ലറിയിൽ വരുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ജ്വല്ലറി ഹോൾ എന്ന് പറയുന്നത്. മീഷോ ഇയറിംഗ്സ് ജ്വല്ലറി ഹോൾ ആയിരുന്നു ഇന്ന് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ ഇയറിംഗ്സ് ഒക്കെ നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ഇതിന്റെ പ്രോഡക്റ്റ് കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം. ഏകദേശം എനിക്കൊരു 8 ഡേയ്സിൽ ഇത് ഡെലിവർ ആയി. ഓർഡർ ചെയ്തതിന് ശേഷം 8 ഡേയ്സ് ആണ് എടുത്തത്. നല്ലൊരു പാക്കേജിങ്, ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഇയറിംഗും ആ ബോക്സിൻ്റെ അകത്ത് ബബിൾ റാപ്പ് ചെയ്തിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ഡാമേജോ ഒരു ഒന്നുമില്ല, നല്ല ഭംഗിയിൽ തന്നെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഞാൻ കാണുകയുണ്ടായി ചിലർക്കൊക്കെ ഒരു ടാസൽ ഇയറിംഗ് ഉണ്ടല്ലോ, ഇതിപ്പം ഈ കളറ് രണ്ടെണ്ണത്തിനും സെപ്പറേറ്റ് ആയിട്ടൊക്കെ വരികയുണ്ടായി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അതൊന്നുമില്ല, എനിക്ക് സെയിം കളർ തന്നെയാണ് രണ്ടും കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബീഡ്സിൻ്റെതാണെങ്കിലും ഒക്കെ സെയിം ഇത് ഏകദേശം സെയിം കളർ തന്നെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അറിയത്തില്ലാത്ത ടൈപ്പ്. പിന്നെ ഇതിലൊന്നും ഒരു ബീഡ്സും ഒന്നും മിസ്സായിട്ടൊന്നുമില്ല. ഈ ഇയറിങ്സിൻ്റെ ആണെങ്കിലും ഉണ്ടോ, കളർ ഡാമേജ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇയറിംഗ് ആണെങ്കിലും അതും നല്ല ക്യൂട്ട് തന്നെയാണ്. അപ്പം ഇത്രയും ഈ ഒരു രൂപയ്ക്ക് ഇത്രയും ഇയറിങ്സ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു മീ എനിക്കിതൊരു ലാഭമായിട്ടാണ് തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ അലോയ് മെറ്റീരിയലിൻ്റെ ആ 169 റുപ്പീസിൻ്റെ ഈ ഒരു ജ്വല്ലറി സെറ്റും ഇതിന് കളർ ഡാമേജോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റും ആണ്. അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഇയറിങ്സ് ആണിത്. കണ്ടോ, ഇയറിങ്സും ഈ ഒരു പെൻഡൻറ്റും. ഇതിന് കറക്റ്റ് ലെങ്ത് ഒക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സിമ്പിൾ ആയിട്ടുള്ള ഇയറിങ്സ് അല്ലെങ്കിൽ നെക്ലേസ് ഒക്കെ ഇടുന്നതെന്നുള്ളവർക്കാണെങ്കിൽ ഇത് പക്ക മാച്ചാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ജ്വല്ലറി ഹോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് എല്ലാം താഴെ കമന്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇതുവരെ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. അതുപോലെ അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ക്രാഫ്റ്റ്, കുക്കിംഗ്, ജ്വല്ലറി, ഷോപ്പിംഗ് ഹാൾസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ do subscribe to my channel. So ഇനി ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.